ജനാധിപത്യത്തെ ഇല്ലാതാക്കിയ അടിയന്തരാവസ്ഥക്കാലത്തെ ഓർത്തെടുത്ത ബി.ജെ.പി. മുൻ സംസ്ഥാന അധ്യക്ഷൻ കെ രാമൻപിള്ള. അടിയന്തരാവസ്ഥയ്ക്കെതിരെ കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം കാൽനടയായി സഞ്ചരിച്ച് സമൂഹത്തെ സമരസന്നദ്ധമാക്കിയ നേതാവ് കൂടിയാണ് രാമൻപിള്ള. സത്യാഗ്രഹികളെ വേട്ടയാടിയും തല്ലിച്ചതച്ചും രാഷ്ട്രീയ രാക്ഷസീയത നടമാടിയ അടിയന്തരാവസ്ഥ കാലം ഇന്നും കെ രാമൻപിള്ളയ്ക്ക് നടുങ്ങുന്ന ഓർമ്മകൾ തന്നെ. ഇരുണ്ട രാപ്പകലുകൾ ഭാരതത്തിനുമേൽ അടിച്ചേൽപ്പിച്ച സ്വേച്ഛാധിപത്യത്തിന്റെ വാഴ്ചയായിരുന്നു അടിയന്തരാവസ്ഥ. ഭരണാധികാരത്തിന്റെ മറവിൽ സ്വാതന്ത്ര്യത്തിനായി ഗാന്ധി മാർഗം അവലംബിച്ച സത്യാഗ്രഹികളെ വേട്ടയാടി തല്ലിച്ചതച്ചും ഇടിച്ചുകൊന്നും രാഷ്ട്രീയ രാക്ഷസീയത നടമാടിയ അടിയന്തരാവസ്ഥയുടെ നേർചിത്രങ്ങൾ. രാഷ്ട്രസ്നേഹികളായ ചുണക്കുട്ടികൾ ഭാരതാംബയുടെ മാനം കാക്കാൻ അടരാടിയ വിഭ്രമിപ്പിക്കുന്ന ചരിത്രം. ഇത് പറഞ്ഞത് മറ്റാരുമല്ല, ജനാധിപത്യത്തെ ഇല്ലാതാക്കിയ ആ കറുത്ത ദിനങ്ങളിൽ കേരളത്തിൽ അങ്ങോളമിങ്ങോളം കാൽനടയായി നടന്ന സമരം നടത്തിയ ബി.ജെ.പി. മുൻ സംസ്ഥാന അധ്യക്ഷനും ലോക് സംഘർഷ സമിതി അധ്യക്ഷനുമായ കെ രാമൻപിള്ള. ഭാരതത്തിൽ അതുവരെ സംഭവിക്കാത്തതാണ് 1975 ജൂൺ 25 അർദ്ധരാത്രി പ്രഖ്യാപിച്ചത്. ഒന്നാമത്തത് നിയമവിരുദ്ധമായ ഒരു പ്രഖ്യാപനമായിരുന്നു. ഇവിടെ നിയമാനുസൃതമായിട്ടുള്ളൊരു അടിയന്തരാവസ്ഥ നിലവിലിരിക്കെയാണ് ക്യാബിനറ്റിൽ പോലും തീരുമാനിക്കാതെ ഇന്ദിരാഗാന്ധി രാഷ്ട്രപതിയെ കണ്ട് അടിയന്തരാവസ്ഥ പ്രഖ്യാപനത്തിൽ ഒപ്പുവെപ്പിച്ചത്. അതുതന്നെ നിയമവിരുദ്ധമായ രീതിയാണ്. ഭാരതത്തിന്റെ ചരിത്രത്തിൽ സമാന സാഹചര്യം മുൻപ് ഉണ്ടായിട്ടില്ല. സംഭവിക്കാൻ പാടില്ലാത്ത നിയമവിരുദ്ധ പ്രഖ്യാപനമാണ് അടിയന്തരാവസ്ഥയിലൂടെ ഉണ്ടായതെന്നും കെ രാമൻപിള്ള ഓർക്കുന്നു. വാസ്തവത്തിൽ വളരെയധികം ദുരുപയോഗപ്പെടുത്താൻ ഒരാളെ യാതൊരു കാരണവും പറയാതെ പിടിച്ച് ജയിലിലിടാം. അയാൾക്ക് കോടതി പോകാൻ നിവൃത്തിയില്ല, ജുഡീഷ്യറി അധികാരങ്ങളൊക്കെ എടുത്തു കഴിഞ്ഞു. ഇപ്പോൾ കോടതി പോകാൻ നിവൃത്തിയില്ല, പരാതിപ്പെടാൻ നിവൃത്തിയില്ല, അയാൾ പത്രത്തിലൊന്നും അറിയിക്കാൻ പാടില്ല, പത്രങ്ങളിൽ പബ്ലിഷ് ചെയ്യാൻ പാടില്ല. അങ്ങനെയുള്ള നിയമവിരുദ്ധ തടങ്കൽ കുറേ കാലം ഇവിടെ നടന്നു. നിരപരാധികളായ ഒട്ടേറെ ആളുകൾ അതിൽപ്പെട്ടു. ഒട്ടേറെ ആളുകൾ അതിൽ തല്ലിച്ചതച്ച് കൊല്ലുകയും ചെയ്തു. അതിൽ ഒരു പ്രസിദ്ധനായ വ്യക്തിയുടെ മകനായതുകൊണ്ട് രാജൻ കേസ് മാത്രം ജനശ്രദ്ധയിൽ വന്നു. വേട്ടയാടപ്പെട്ടവർക്കിടയിൽ RSSും ഭാരതീയ ജനസംഘവുമാണ് മുന്നോട്ട് ധീരമായി വന്നത്. സമരത്തിനില്ലെന്ന് പറഞ്ഞ CPMനെയും കോൺഗ്രസിനൊപ്പം നിന്ന CPIയെയും അടിയന്തരാവസ്ഥക്കാലത്ത് നേരിൽ കണ്ട വ്യക്തിയാണ് കെ രാമൻപിള്ള. CPI കോൺഗ്രസുമായിട്ട് ചേർന്നിട്ട് ഭരിക്കുന്ന കാലമാണ്. അടിയന്തരാവസ്ഥ നടപ്പാക്കുന്നതിൽ കോൺഗ്രസിനെ പോലെ തന്നെ ആവേശം കാണിച്ച പാർട്ടിയാണ് CPI. അതുകൊണ്ട് അവർക്കാർക്കും ഇത് മാറണമെന്നുള്ള ആഗ്രഹം ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഇത്രയും ഭീകരമായ ഒരു ഭരണം നടക്കുമ്പോൾ അതിനെതിരായിട്ട് ഒരു യോഗം കൂടാൻ പോലും അനുവദിക്കുന്ന സാഹചര്യമല്ലായിരുന്നു. ഭക്ഷണം പോലും ലഭിക്കാതെ ഒളിവിലിരുന്ന കാലം കെ രാമൻപിള്ള ഉൾപ്പെടെ മുൻനിര നേതാക്കന്മാർക്ക് അത്ര സുഖകരമായിരുന്നില്ല. ഞങ്ങളുടെ ഈ 2 മാസം നടത്തിയ സമരം ഒരു സ്ഥലത്തും ഒരു ചെറിയ അക്രമം പോലും ഉണ്ടായില്ല. വളരെ സമാധാനപരമായിട്ട് നടത്താൻ കഴിഞ്ഞു. അതിൻ്റെ വിജയമാണ് ഇത് അടിയന്തരാവസ്ഥയ്ക്ക് പിൻവലിക്കുന്നതിന് മുമ്പ് തന്നെ ഒരു തെരഞ്ഞെടുപ്പ് നടത്താൻ ഇന്ദിരാഗാന്ധിയെ പ്രേരിപ്പിച്ചത്. ആ തെരഞ്ഞെടുപ്പ് പക്ഷേ അവരുടെ കണക്കൂട്ടൽ തെറ്റിച്ചുകൊണ്ട് കോൺഗ്രസിനെ ഇല്ലാതാക്കി. ഒന്നും നോക്കാതെ ഭാരത മണ്ണിനായി പോരാടി ജീവൻ നഷ്ടമായവരെയും ആരോഗ്യം ക്ഷയിച്ചവരെയും ഭരണകൂടം സംരക്ഷിക്കണമെന്നും കെ രാമൻപിള്ള ഓർമ്മിപ്പിക്കുന്നു. അവർ പക്ഷേ നടത്തിയ സമരത്തിൻ്റെ ഫലമായിട്ട്, ആ സമരത്തിലുള്ള ത്യാഗങ്ങളുടെ ഫലമായിട്ട് ഇന്ന് വളരെ ബുദ്ധിമുട്ടുന്നവർ ഉണ്ടാവും. ആരോഗ്യം നശിച്ചവരും സാമ്പത്തികമായി ബുദ്ധിമുട്ടുന്നവരും ഒക്കെ ഉണ്ട്. അവരെ സഹായിക്കേണ്ടത് സമാജത്തിൻ്റെ കടമയാണ്. 50 വർഷം പിന്നിടുമ്പോൾ ഭാരത ചരിത്രത്തിലെ എക്കാലത്തെയും കറുത്ത അധ്യായമാണ് അടിയന്തരാവസ്ഥ. ജനം, തിരുവനന്തപുരം.